എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ കഴിഞ്ഞ തവണ എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, അതിൽ ഓരോ ഇതിലും എത്ര ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറേ ഇത് പറയുന്നുണ്ട്. അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജസ് ഓഫീസ്, വിജിലൻസ് ട്രിബ്യൂണൽ ഓഫീസ്, കേരള ലോകായുക്ത, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ സെക്ഷനിലും എത്രത്തോളം ഒഴിവ് വന്നിട്ടുണ്ട്, അതുപോലെ കട്ട് ഓഫ് എത്രയായിരുന്നു, അതുപോലെ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട്, അതിൽ എത്രാമത്തെ റാങ്ക് വരെയുള്ള ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ മാക്സിമം എല്ലാവരും ഡേറ്റിന് മുന്നേ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെപ്റ്റംബർ 2-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. 2/9/2026 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. കാറ്റഗറി നമ്പർ 84/2026 ആണ്. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് എറണാകുളം, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജസ് ഓഫീസ്, വിജിലൻസ് ട്രിബ്യൂണൽ ഓഫീസ്, കേരള ലോകായുക്ത. ഇതിൻ്റെ ശമ്പള സ്കെയിൽ 27,900 മുതൽ 63,700 വരെയാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. 2/1/1986 മുതൽ 1/1/2008 വരെയുള്ള ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ അതിൽ SC/ST OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. മാക്സിമം ഇയർ എന്ന് പറയുന്നത് 50 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ഓർ ഇക്വാലൻ്റ്, ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, KGT ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്. അപ്പോൾ ഈ 2002 മുന്നേ KGT ടൈപ്പ് റൈറ്റിംഗ് കഴിഞ്ഞവർക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലൻ്റ് വേണം. പിന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം, KGT ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്. ഓക്കെ, ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിന് മുമ്പ് ഇവിടെ നോട്ട് പറയുന്നുണ്ട്. ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് എലോൺ വിൽ ബി അക്സെപ്റ്റഡ് ആസ് പ്രൂഫ് ഓഫ് ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷൻ. അതായത് ഈ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ അതിൻ്റെ പ്രൂഫ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ലിങ്കിൽ എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻസ് നോക്കാം. KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, VHSC കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെൻറ്റ്, ITC കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കോപ്പ, പിന്നെ NTC കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ആണ്. ഇനി KGT കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഹയർ, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, VHSC കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെൻറ്റ്, ITC കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, NTC കോപ്പ, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഓക്കെ, KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഹയർ, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ലോവർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഇനി ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയും അതുപോലെ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും പറയുന്നതാണ്. ഓക്കെ, കഴിഞ്ഞ തവണത്തെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ കാറ്റഗറി നമ്പർ 694/2022 ആണ്. അപ്പോൾ ഇതിൽ എക്സാമിനേഷൻ ഡേറ്റ് 12/8/2023 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം.
അതുപോലെ ആപ്ലിക്കേഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് 23,919 പേരാണ് ആപ്ലിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. അതാണ് ഈ നമ്പർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ 2 വേക്കൻസി, KSAD 1 വേക്കൻസി, ലോ സെക്രട്ടേറിയറ്റ് 2, ഫിനാൻസ് 4, GAD അത് 26, KPSC 9, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഇതിലൊക്കെ ആയിട്ടാണ് ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് 1, എൻക്വയറി കമ്മീഷൻ സ്പെഷ്യൽ ജഡ്ജ് 1, അങ്ങനെ പല ഇതിലും കുറേയധികം വേക്കൻസീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും കുറേയധികം വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ തവണ. ഓക്കെ, അപ്പോൾ ഇതാ വന്ന ആ ഒരു ഇതിൽ തന്നെ കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത് 64.33 ആണ് കട്ട് ഓഫ് വരുന്നത്. 417 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെൻ്റ് ലിസ്റ്റിലും 417 പേര്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 20 പേരാണ്. ടോട്ടൽ 854 പേരാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഈ ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 27/9/2024 തൊട്ടാണ് വിത്ത് എഫക്റ്റ് ഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2027 9-ാം മാസം വരെ വാലിഡിറ്റി ഉണ്ട്. അപ്പം ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതിൽ ടോട്ടൽ അഡ്വൈസ് 244 അഡ്വൈസ് പോയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 1/7/2026 ആണ്. അപ്പോൾ ഇതിൽ 2 വേക്കൻസീസ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് കാൻഡിഡേറ്റ് സഫീഷ്യൻ്റ് അല്ല, ഈ കറണ്ട് റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ വേക്കൻസി മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ 244 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ഇനി OC 136ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. ഇഴവ ബിലവ തീയ 156ാമത്തത്. SC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3ാമത്തത് റാങ്ക് വരെ പോയിട്ടുണ്ട്. ST 3ാമത്തെ റാങ്ക് വരെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. പിന്നെ മുസ്ലിം 207 വരെയാണ്. LCA 233ാമത്തെ അഡ്വൈസ് വരെ. OBC OCയിലുള്ള 99ാമത്തെ റാങ്ക് വരെ. വിശ്വകർമ്മ 135 വിത്തിൻ OC. SIUC നാടാർ 127 വിത്തിൻ OC. SECC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2ാമത്തെ റാങ്ക്. ധീരവ 187. ഹിന്ദു നാടാർ 166. അതിൽ DA ഡിഫറൻ്റ്ലി ഏബിൾഡിൽ LV സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3ാമത്തെ ആൾ. HI സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1ാമത്തെ ആൾ. LD ഓർ CP സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3ാമത്തെ ആൾ. MD ഓർ MI സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5ാമത്തെ ആൾ. EWS 151. ബൈ ട്രാൻസ്ഫർ 99 പേർക്കുമാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് പറയാനുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇനി വരുന്ന എക്സാമിൽ നല്ലൊരു റാങ്ക് വാങ്ങിയാൽ തന്നെ, അതായത് മെയിൻ ലിസ്റ്റിൽ നല്ലൊരു റാങ്ക് വാങ്ങിയാൽ തീർച്ചയായിട്ടും ജോലി ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 64.33 ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഏകദേശം ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുമായിരിക്കും. എന്നാലും മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്രയും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, കോമൺ എക്സാം ആയിരിക്കും ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ ഒന്നിലധികം പോസ്റ്റുകൾക്ക് ഒരുമിച്ച് എക്സാം നടത്താൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഒക്ടോബറിൽ നിലവിൽ നമുക്ക് ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഏത് മാസത്തേക്ക് കാണും എന്നുള്ളത് കറക്റ്റ് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ആപ്ലിക്കേഷൻ കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.